ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗാലക്സി ഇൻഫോമീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പേപ്പർ രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ റീപ്ലേസ് ചെയ്ത് സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പരിവാഹൻ സെർച്ച് ചെയ്യുക. ഈ കാണുന്ന പരിവാഹൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ സർവീസ്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും DL സർവീസസ്. അതിൽ റീപ്ലേസ് ഓഫ് DL ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഗെറ്റ് DL ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക, ഇവിടെ യെസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാകും. ഇവിടെ RTO സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ RTO ഏതാണോ അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക, ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഓക്കെ. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സിൽ ഇവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ റീപ്ലേസ്മെൻറ്റ് ഓഫ് DL ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യണം. അതിനുശേഷം ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക, ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സ്, ഈ കാണുന്ന ചെക്ക് ബോക്സ് എല്ലാം ഇതുപോലെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ക്യാപ്ച എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിനെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് പിന്നീട് യൂസ് ചെയ്യേണ്ടി വരും. സേവ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് പ്രസ് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. ഇനി നമ്മുടെ ഡോക്യുമെൻ്റിൻ്റെ ഫോട്ടോ, അതായത് നമ്മുടെ ലൈസൻസിൻ്റെ ഫ്രണ്ടും ബാക്കും സ്കാൻ ചെയ്ത കോപ്പി, സെൽഫ് അറ്റസ്റ്റ് ആയിട്ടുള്ള സ്കാൻ ചെയ്ത കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യണം. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. ഇവിടെ ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡ്രൈവിംഗ് ലൈസൻസ്, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. ഡോക്യുമെൻറ്റ് നമ്പർ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്യണം. ഇവിടെ ഇഷ്യൂഡ് ബൈ എന്ന് കാണുന്നിടത്ത് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ചെയ്യുക, ഓക്കെ. അതിനുശേഷം ഇവിടെ ഇഷ്യൂഡ് ഡേറ്റ്, നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഡേറ്റാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ കോൺടാക്റ്റ് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ് ചൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫയൽ സൈസ് മാക്സിമം 500 KB വരെ ആവാം. അതിനുശേഷം ഈ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. ഇവിടെ വേണമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് വ്യൂ ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് വ്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ കൺഫേം പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡോക്യുമെൻറ്റ് സേവ്ഡ് ആയിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇവിടെ ഈ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. അതിനുശേഷം നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴെ വരിക. ഇവിടെ നമ്മുടെ ഫോട്ടോയും ഇവിടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട സൈസ് വന്നിട്ട് 420 × 525 പിക്സലാണ്. അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത് 256 പിക്സൽ ഇൻറ്റു ഹൈറ്റ് വന്നിട്ട് 64 പിക്സലാണ്. മാക്സിമം 20 KB നിൽക്കണം ഈ പറഞ്ഞ 2 ഫയലും. ഇവിടെ ബ്രൗസ് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് താഴെ വന്നതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. ഇനി നമുക്ക് പേയ്മെൻ്റ് ആണ് ചെയ്യാനുള്ളത്. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 245 രൂപയാണ് ഇതിന് പേയ്മെൻറ്റ് വരുന്നത്. ഇവിടെ ഈ ട്രഷറി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ലെറ്റേഴ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പേ നൗ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് പേയ്മെൻറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. കാർഡ്സ് ആണെങ്കിൽ അങ്ങനെ, നെറ്റ് ബാങ്കിങ് ആണ് അങ്ങനെ, എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. ഇമെയിൽ ID എൻ്റർ ചെയ്ത് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേ. ഓക്കെ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സ്റ്റാറ്റസ് സക്സസ് ആണ്. ഓക്കെ പേയ്മെൻറ്റ് റിസീവ്ഡ്. ഓക്കെ അതിനുശേഷം ക്ലിക്ക് ഹിയർ ഫോർ പ്രിൻ്റ് റെസിപ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ലൈസൻസ് റീപ്ലേസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.